പൂച്ചയെ രക്ഷിക്കാൻ റോഡിലിറങ്ങിയ യുവാവ് ലോറി ഇടിച്ചു മരിച്ചു. തൃശൂർ മണ്ണുത്തി റോഡിലെ കാളത്തോട് ജംഗ്ഷനിലാണ് ദാരുണമായ അപകടമുണ്ടായത്. കാളത്തോട് ചിറ്റിലപ്പള്ളി സ്വദേശിയായ സിജോ തിമ്മിയാണ് മരിച്ചത്. MS ലിഷോയ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലിഷോയ്, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്, അപ്പോൾ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടി വരുന്നു. ഒരു അശ്രദ്ധയിൽ സംഭവിച്ചതാണ്. ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു, പക്ഷേ അത് സാധിച്ചില്ല. എപ്പോഴായിരുന്നു ഈ സംഭവം? ഉടനെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങളൊന്നും നടപ്പായില്ലേ? ഇന്നലെ രാത്രി 9:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവിടെയാണ് ഈ കാളത്തോട്. ഇത് പ്രധാനപ്പെട്ട റോഡാണ്. മണ്ണുത്തി ദേശീയപാതയിൽ നിന്നും നേരെ തൃശ്ശൂരേക്ക് വരുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ഇവിടെ വാഹനങ്ങളൊക്കെ ഒരു സ്ട്രെയിറ്റ് റോഡാണ്, അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ ഒരു ചെറിയ വളവുമുണ്ട്. പക്ഷേ വാഹനങ്ങളൊക്കെ അതിവേഗം രാത്രിയിലൊക്കെ പോകാറുള്ളൊരു സ്ഥലം കൂടിയാണ്. പകൽ സമയങ്ങളിൽ അല്പം ഗതാഗതം കുരുക്കുണ്ടാകാറുള്ള സ്ഥലമായതിനാൽ തന്നെ വാഹനങ്ങൾ പതുക്കുകയാണെങ്കിൽ പോലും രാത്രിയിൽ അതിവേഗത്തിൽ വാഹനങ്ങൾ പോകുന്ന ഇടമാണ്. ഈ സമയത്താണ് ഇവിടെ ഈ റോഡിൻ്റെ നടുഭാഗത്തായി ഒരു പൂച്ച നിന്നിരുന്നത്. ഈ സിജോ എന്ന് പറയുന്ന വ്യക്തി ഈ മൃഗസ്നേഹിയാണ്. അതായത് ഈ തെരുവിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ആരും രക്ഷിക്കാനില്ലാതെ കിടക്കുന്ന മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ രക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ സിജോ ഇവിടെ എത്തി വാഹനം ഇടിച്ച് ആ പൂച്ചയ്ക്കൊന്നും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് കടന്നതാണ്. കടന്ന സമയത്ത് സിജോ ആദ്യം ബൈക്കിൽ വരികയായിരുന്നു. ബൈക്കിൽ വരുമ്പോൾ തൊട്ടടുത്ത് ബൈക്ക് അവിടെ നിർത്തിയ ശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് കടക്കുകയായിരുന്നു. ആ കടന്ന സമയത്ത് ഒരു ലോറി വരുന്നുണ്ടായിരുന്നു. ലോറി കൈ കാണിച്ചു, പക്ഷേ ലോറി അതിവേഗത്തിൽ വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്ന് വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ ലോറി നിർത്താനായുള്ളൊരു സാവകാശം എന്തായാലും ലഭിച്ചില്ല. പക്ഷേ നേരെ സിജോയുടെ ദേഹത്ത് ഇടിക്കുകയും ചെയ്തു. സിജോയുടെ ദേഹത്ത് ലോറി ഇടിച്ച ശേഷം ലോറി നിർത്താതെ പോവുകയും ചെയ്തു. പിന്നീട് പുറകിൽ വന്ന കാറും സിജോയുടെ ദേഹത്ത് ഇടിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു മരണം സംഭവിച്ചത്. റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വാഹനങ്ങൾക്ക് നിർത്താനുള്ള ഒരു സമയം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. സിജോ വലിയൊരു വീട്ടിലൊക്കെ തന്നെ നിരവധി മൃഗങ്ങളെയൊക്കെ തന്നെ ഈ തെരുവിൽ നിന്നൊക്കെ ലഭിക്കുന്ന മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. സിജോയെ അറിയാവുന്ന ഈ പ്രദേശവാസി കൂടിയാണ്. ചേട്ടൻ പേരെന്താ? എൻ്റെ പേര് വിൽസൺ. സിജോയെ അറിയായിരുന്നു? അറിയാം. ഇങ്ങനെ ആള് ഈ മൃഗങ്ങളൊക്കെ തെരുവിലൊക്കെ ഉണ്ടാവും. ഒരു 3-4 നായ്ക്കളുണ്ട്. നായപ്രേമിയും പൂച്ചപ്രേമിയും കൂടിയാണ്. ഈ തെരുവിലൊക്കെ വയ്യാണ്ടൊക്കെ കിടക്കുന്ന മൃഗങ്ങളൊക്കെ പിടിച്ച് അവനെ നോക്കൂല്ലേ? ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് ആളുണ്ടാവാറ്? എപ്പോഴും കാണും. ഇവിടെ മൃഗങ്ങൾക്ക്, തെരുവിലുള്ള മൃഗങ്ങളൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നു നേരത്തെ ചേട്ടൻ പറഞ്ഞു. എന്താ സംഭവം? അതായത് ഇവിടെ സ്ഥിരമായിട്ട് നായ കിടക്കും. അപ്പോൾ അവൻ അവിടുന്ന് കോഴിക്കടയിൽ നിന്ന് അതിൻ്റെ കൈയും കാലൊക്കെ മേടിച്ച് കൊണ്ടുവരുമ്പോൾ ഒന്ന് കുറയ്ക്കും. അപ്പോൾ വണ്ടി നിർത്തി എടുത്തിട്ട് പോകും. പിന്നെ വീട്ടിൽ ഞാൻ പോയപ്പോൾ വീട്ടിൽ നായ്ക്കളെ വളർത്തും. പിന്നെ നായ്ക്കുട്ടീനെ വേണമെന്ന് പറഞ്ഞാൽ അത് തെരിഞ്ഞു. അതാണ് സിജോയുടെ ഒരു പ്രകൃതം എന്ന് പറയുന്നത്. വളരെയേറെ മറ്റ് നമ്മുടെ സഹജീവികളെല്ലാം തന്നെ വളരെയേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ ഒരു വ്യക്തിക്കാണ് ഇങ്ങനെ ദാരുണമായൊരു അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. വളരെ സങ്കടപ്പെടുത്തുന്ന ദാരുണമായ സംഭവമാണ് ഉണ്ടായത്.